ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളുമായുള്ള ഏറ്റുമുട്ടലിൽ 3 ജവാന്മാർക്ക് വീരമൃത്യു, 14 ജവാന്മാർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. ബിജാപൂർ സുക്മ അതിർത്തിയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. അർജുൻ പീതാംബരം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, വിശദാംശങ്ങൾ. താൽക്കാലികമായിട്ട് ഈ ബിജാപൂർ സുക്മ അതിർത്തിയിൽ ഒരു ക്യാമ്പ് ഉണ്ടാക്കിയിരുന്നു. തേക്കൽ കുതം എന്ന് പറഞ്ഞ പ്രദേശത്ത് ഇവിടെ ഒരു പരിശോധന, ഒരു പെട്രോളിംഗ് നടക്കുന്നതിനിടെയാണ് ഈ മാവോയിസ്റ്റ് സംഘത്തിൻ്റെ വെടിവെപ്പ് ഉണ്ടാകുന്നത്. ഈ സേനാംഗങ്ങൾക്കെതിരെ കോബ്ര, STF അതുപോലെ തന്നെ DRG സേനകളാണ് ഈ സംയുക്തമായൊരു തിരച്ചിൽ നടത്തിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ ഒരു മാസമായി ഈ പ്രദേശത്ത് ഈ സുക്മ അതിർത്തിയിൽ മാവോയിസ്റ്റ് സാന്നിധ്യം വളരെയധികം കൂടുതലാണ് എന്നുള്ളൊരു സീക്രട്ട് ഇൻ്റലിജൻസിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് അവിടെ തിരച്ചിൽ നടത്തിയത്. ആ സമയത്താണ് ഈ ക്യാമ്പ് സെറ്റ് ചെയ്ത് അവിടെ കൂടുതൽ പെട്രോളിങ്ങിന് വേണ്ടിയിട്ടുള്ള നടപടികൾ നടക്കുന്നതിൻ്റെ ആ സമയത്താണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകുന്നതും 3 ജവാന്മാർക്ക് വീരമൃത്യു സംഭവിച്ചിരിക്കുന്നു. മറ്റ് 14 പരിക്കേറ്റ 14 ജവാന്മാർ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്. അതിൽ 1-2 പേരുടെ ആരോഗ്യനില ഒരല്പം ഗുരുതരമാണ് എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ഒരു മാസമായി തന്നെ ഈ സുക്മ അതിർത്തിയിൽ ഭീകരമായിട്ട് വലിയ രീതിയിൽ തന്നെ മാവോയിസ്റ്റ് സാന്നിധ്യം വർദ്ധിച്ചു. മാത്രമല്ല പലതവണയും പോലീസിനെതിരെ ഉൾപ്പെടെ ആക്രമണം ഉണ്ടായ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് ഈ സുരക്ഷാ സേനയെ അവിടെ വിന്യസിച്ച് വലിയ രീതിയിൽ ഒരു താൽക്കാലിക ക്യാമ്പ് ഉൾപ്പെടെ സെറ്റ് ചെയ്ത് പെട്രോളിംഗ് ശക്തമാക്കിയത്. ആ ശക്തമാക്കിയ പെട്രോളിങ്ങിൻ്റെ ഇടയിൽ തന്നെയാണ് ഇത്തരത്തിൽ പെട്ടെന്നൊരു ആക്രമണം ഉണ്ടാവുകയും ഇത്തരത്തിൽ 3 ജവാന്മാർക്ക് വീരമൃത്യു സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത്.